സമൂഹ യാഥാർത്ഥ്യമാണ് ഇത്തരം ഒരു വിഷയം ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ചർച്ചയ്ക്ക് എടുക്കേണ്ടതായി വരുന്നു. അതല്ലാത്ത പക്ഷം ഇങ്ങനെ ഒരു വിഷയം ചർച്ചയ്ക്ക് എടുക്കുന്നത് പോലും നിരാശാജനകമാണ് എന്നുകൂടി പറഞ്ഞു തുടങ്ങാതെ വയ്യ. അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ, ത്രിപുരയിലുള്ള സെബാഹിജാല പാർക്കിൽ നിന്ന്, സുവോളജിക്കൽ പാർക്കിൽ നിന്ന് ആനിമൽ എക്സ്ചേഞ്ചിന്റെ ഭാഗമായി ഫെബ്രുവരി 13 കുറച്ച് മൃഗങ്ങളെ കൊണ്ടുവരുന്നു. അതിനൊപ്പം 7 വയസ്സുള്ള സിംഹം, ആൺസിംഹം, 5 വയസ്സുള്ള ഒരു പെൺസിംഹം. ഈ രണ്ടുപേരുടെയും പേര് ആൺസിംഹത്തിൻ്റെത് അക്ബർ ആണെന്നും പെൺസിംഹത്തിൻ്റെത് സീതയാണെന്നും തിരിച്ചറിയുന്നിടത്ത് തുടങ്ങുന്ന ഒരു നിയമതർക്കം. എന്നാൽ പിന്നെ ഈ പേരുകളെല്ലാം മാറ്റിക്കൊണ്ട് ഈ വിവാദങ്ങളും തർക്കങ്ങളും അങ്ങ് പരിഹരിച്ചോളൂ എന്ന് നിലപാടെടുക്കുന്ന ഒരു കോടതി. ഇങ്ങനെ ഒരു നിയമതർക്കത്തിലേക്ക് രാജ്യം കടന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം ഒപ്പം അതിനകത്ത് കോടതി സ്വീകരിച്ച നിലപാട്, ഇത് രണ്ടും എങ്ങനെയാണ് കാണുന്നത്? സത്യം പറഞ്ഞാൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഒരു ജനാധിപത്യ രാഷ്ട്രത്ത്, അത് 21ാം നൂറ്റാണ്ടിൽ സിംഹത്തിന് പേര് കൊടുത്തതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ടെലിവിഷൻ ചർച്ച, അത് 1 മണിക്കൂർ അതിനുവേണ്ടി മാറ്റിവെക്കേണ്ട സാഹചര്യം വരുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ കഷ്ടമാണ്. അതിനകത്ത് വേറൊരു വാക്ക് പറയാനില്ല, കഷ്ടം. നോക്കൂ, പേര് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ ആനയ്ക്ക്, ഇവിടുത്തെ ഓരോ മൃഗങ്ങൾക്കും ഒക്കെ താല്പര്യാനുസൃതം പേര് കൊടുക്കാറുണ്ട്. BJPയോ RSSോ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ പോലും പേര് കൊടുക്കുന്നത് ദൈവത്തിന്റെ പേരാ പലപ്പോഴും ആനയോട്. ആ ആനയെ ട്രീറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എത്ര വൃത്തിയായിട്ടാണ് ഈ രാമൻ എന്നുള്ള പേര് കൊടുത്തിട്ട് ഇതിനെ എത്രത്തോളം മോശമായി ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതും നമ്മൾ കാണുന്നതാണ്. അത് കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ ഒരാൾ സൂചിപ്പിക്കുകയും ചെയ്തു. ഇതൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. അവിടെ അങ്ങനെ വരുമ്പം, അങ്ങനെ നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ എന്തിനാണ് ഇങ്ങനൊരു വിഷയം എന്നുള്ളതാണ്. ആ വിഷയത്തിലാണ് ആ സിംഹത്തിന്റെ പേരിൽ പോലും രാഷ്ട്രീയം വരുന്നു എങ്കിൽ അവിടെയാണ് ഈ നാടിന്റെ വർഗീയത എത്രമാത്രം എത്തി എന്നുള്ളതാണ്. കോടതി വ്യവഹാരത്തിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് എന്താണ് ഇവിടുത്തെ പ്രശ്നം? അക്ബർ എന്ന് പറയുന്ന പേരാണ്. സീത എന്ന് പറയുന്ന പേര് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം ഇവിടെ ഇല്ലല്ലോ. അക്ബറിന് പേര് മാറ്റണമെന്നോ സീതയെന്ന് പേര് മാറ്റണമെന്നോ എന്നുള്ളതല്ല, അതിനെക്കാട്ടിലും ഒക്കെ വലുതാണല്ലോ അക്ബറും സീതയും തമ്മിലുള്ള ഒരു ബന്ധം. ആ ബന്ധത്തെ യഥാർത്ഥത്തിൽ ആ ഹിന്ദു മുസ്ലിം അനാലജി കൊണ്ടുവന്ന് ഈ പറയുന്ന പോളറൈസേഷൻ പൊളിറ്റിക്സിന്റെ ഒരു ഭാഗമാക്കി മാറ്റുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലേ, ഏത് മൃഗത്തെയും രാഷ്ട്രീയമായി വർഗീയതയ്ക്ക് ഉപയോഗിക്കാൻ കഴിയുന്നു എന്നുള്ള ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മുന്നിൽ ഈ ഉദാഹരണം കാണിച്ചു തരുന്നത്. അല്ലാതെ മറ്റൊന്നുമല്ല. ഇപ്പൊ ഒരു സിംഹമാണെങ്കിൽ സിംഹം പോലും ഒരു രാഷ്ട്രീയ ആയുധമായി മാറുന്നു. നോക്കൂ, എന്ത് വ്യത്യാസമാണ് അതിന് വരുത്താൻ പോകുന്നത്. അപ്പം ഈ പറയുന്ന രാമൻ അല്ലെങ്കിൽ സീത എന്നുള്ള പേര് പെൺസിംഹത്തിനുണ്ട്. ആൺസിംഹത്തിന്റെ പേര് രാമൻ എന്നായിരുന്നുവെങ്കിൽ പ്രശ്നം ഇല്ലായിരുന്നല്ലോ, ഇല്ലേ? കോടതി പറഞ്ഞത് അങ്ങനല്ല. അതാ ഞാൻ പറഞ്ഞ, കോടതിയിലേക്ക് ഞാൻ പിന്നീട് വരാമെന്ന് പറഞ്ഞു. കോടതി പറഞ്ഞത് ഇങ്ങനൊരു പേര് അതിന് കൊടുക്കേണ്ട കാര്യമേ ഇല്ല, അത് അതിന്റെ ആവശ്യമില്ലാത്തത് കൊണ്ട്, ഇങ്ങനെ ഒരു ഇത് വേണ്ടാത്തതുകൊണ്ട് രണ്ടിന്റെയും മാറ്റിക്കൊള്ളൂ. അക്ബറിനെയും ബഹുമാനിച്ചുകൊണ്ട്, രാമനെയും സീതയെയും ബഹുമാനിച്ചുകൊണ്ട്, എല്ലാവരെയും ബഹുമാനിച്ചുകൊണ്ടാണ് കോടതി അങ്ങോട്ട് നിലപാടെടുത്തത്. ആ നിലപാട് കോടതി എടുക്കണമെന്നോ അല്ലെങ്കിൽ അത് വ്യവഹാരത്തിലേക്ക് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്നുള്ള ഒരു വലിയ പ്രധാനമായ ചോദ്യം അവിടെ കിടപ്പുണ്ട്. അതവിടെ നിൽക്കട്ടെ. പക്ഷെ കോടതി പറഞ്ഞത് രണ്ട് റിലീജിയനെയും റെസ്പെക്ട് ചെയ്തുകൊണ്ടൊരു ന്യൂട്രൽ പൊസിഷൻ എടുത്ത് വിടുകയാണ് ചെയ്തത്. ആ ന്യൂട്രൽ പൊസിഷനോട് എനിക്ക് ഉള്ളിൽ വിമർശനം ഉണ്ട് താനും. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താ? ഇവിടെ പ്രശ്നം അക്ബറിന് പേര് കൊടുത്തതൊന്നും സീതാന്ന് പേര് കൊടുത്തതല്ല, അക്ബറും സീതയും കൂടെ വരുന്നു എന്നുള്ളതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഹിന്ദുവും മുസ്ലിമും തമ്മിലുള്ള ഒരു രാഷ്ട്രീയ പ്രശ്നമായി അത് സിംഹത്തിന്റെ കാര്യത്തിൽ പോലും അവതരിപ്പിക്കുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമിനകത്ത് ഇത് സിംഹ ജിഹാദാണ് എന്ന് പറഞ്ഞൊരു പ്രയോഗം കണ്ടു. സത്യത്തിലല്ലേ? അപ്പൊ നമ്മൾ ഇപ്പം ഹിന്ദു ഒരു മുസ്ലിമിനെ കല്യാണം കഴിച്ചാൽ അതിനെ ലവ് ജിഹാദ് എന്ന് വിളിക്കാമെങ്കിൽ, അതുപോലുള്ള ഈ ലവ് ജിഹാദിന്റെ മറ്റൊരു രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ഓരോന്നിലേക്കും കൊണ്ട് മുട്ടിക്കുകയല്ലേ ചെയ്യുന്നത്. അതിനകത്ത് എത്ര അപകടം ഇതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് നമുക്കറിയില്ലോ. ഇതിനകത്ത് കൃത്യമായ അപകടം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന്. എവിടെയാണ് ഇത് അവസാനിക്കുക? അപ്പൊ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, നമ്മൾ വളരെ സിമ്പിളായി ഇതിനെ എടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അങ്ങനെ അല്ല അതിനെ എടുക്കേണ്ടതെന്നും, യഥാർത്ഥത്തിൽ മൃഗങ്ങൾ ഓരോ പേര് കൊടുക്കുന്നതിൽ പോലും അതിനകത്ത് രാഷ്ട്രീയം കടന്നു വരികയും ആ രാഷ്ട്രീയം വർഗീയതയുടെ ഒരു ആയുധമായി മാറുകയും ചെയ്യുന്ന പോയിന്റിൽ ഈ ജനാധിപത്യ രാഷ്ട്രം ഒരു ഫങ്ഷണൽ ഡെമോക്രസി എന്നുള്ളതിൽ നിന്ന്
ഒരു ഡിസ്ഫങ്ഷണൽ ഡെമോക്രസി എന്ന് പറയുന്ന പാതയിലേക്ക് യാത്ര നമ്മുടെ ജനാധിപത്യം ചെയ്തു തുടങ്ങിയിട്ട് കുറെ നാളായി. അതിൽ കൂടുതൽ കൂടുതൽ ആ ഡിസ്ഫങ്ഷണൽ ആസ്പെക്ടിലേക്ക് അടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. ലാൽകുമാർ, അങ്ങനെ ആ ഒരു നിലപാടെടുക്കുമ്പോൾ ഞാൻ കോടതിയുടെ നിലപാടിനെ കുറിച്ച് ചോദിക്കുകയാണ്. ഒരു പക്ഷെ പൂർണ്ണമായിട്ടും അതുമായിട്ട് യോജിച്ചു പോകുന്നില്ല എന്ന് പറഞ്ഞല്ലോ. എങ്കിൽ പോലും ഈ മതത്തിന്റെ പേരിലൊക്കെ നിറം കലർത്തുന്നവരെ, ആ രീതിയിൽ പേരിന്റെ പേരിൽ മതത്തിന്റെ നിറം കലർത്തുന്നവരെയൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കടന്നോളൂ, ഈ വിവാദങ്ങൾ അവസാനിപ്പിച്ചോളൂ, അങ്ങനെ ഒരു സമവായ ഒരു നിലപാട് കോടതി എടുത്തതാണ്, അങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റുമോ? അല്ല, കോടതി സമവായത്തിന്റെ ഒരു നിലപാടെടുത്തു എന്നുള്ള കാര്യത്തിൽ നമ്മൾ പറയേണ്ട കാര്യമില്ല. ഒരു പെറ്റീഷൻ അവരുടെ മുന്നിലുണ്ട്, അവർ അഡ്ജുഡിക്കേറ്റ് ചെയ്തു. അതിനൊരു സൊല്യൂഷനായിട്ട് അവർ മുന്നോട്ട് വെച്ചത് സീത എന്നുള്ള പേരും റിവേർഡ് ആണ്, അല്ലെങ്കിൽ ഈ പറയുന്ന അക്ബർ എന്ന് പറയുന്ന പേരും റിവേർഡ് ആണ്. ആ പേരുകൾ ഇങ്ങനെയുള്ള സിംഹത്തിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതിന് കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കുകയാണ് ചെയ്തത്. ആ പ്രശ്നം പരിഹരിച്ചത് ഇങ്ങനെ പരിഹരിക്കേണ്ടതായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പെറ്റീഷൻ എടുക്കേണ്ട കാര്യം പോലും യഥാർത്ഥത്തിൽ ഇല്ലായിരുന്നു. കോടതിയെ സംബന്ധിച്ചിടത്തോളം കോടതിയുടെ വിലപ്പെട്ട സമയം മറ്റു കാര്യങ്ങളിലേക്ക് ചിന്തിക്കാനും അതിൽ ജാഗരൂകരാകാനും പറ്റുന്ന ഒരു സാഹചര്യം രാജ്യത്തുണ്ട്. അത്രത്തോളം ജനങ്ങൾ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. അപ്പൊ അതിലേക്കൊക്കെ പോകേണ്ടിയിരുന്നു എന്നുള്ളതാണ് ഞാൻ വ്യക്തിപരമായി കരുതുന്നത്. അല്ലെ, ഈ പെറ്റീഷൻ ആദ്യം തന്നെ സമ്മറിൽ ഇത് ഡിസ്മിസ് ചെയ്ത് കളഞ്ഞാൽ മതിയായിരുന്നു എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. പക്ഷെ നമുക്ക് കോടതി അങ്ങനെ ചെയ്തേ പറ്റൂ, ഇങ്ങനെ ചെയ്തത് ശരിയായില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ കോടതി എടുത്ത നിലപാട് ഈ പറഞ്ഞ പോലെ മാറ്റിയപ്പം അക്ബറിനെ മാറ്റിക്കോ, രാമനെ മാറ്റിക്കോ, അല്ലെങ്കിൽ സീതയെ മാറ്റിക്കോ എന്നും പറയാതെ ഇത് മൊത്തം മാറ്റിക്കോ എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് കോടതിയുടെ പരാമർശം ഇത് ജനാധിപത്യ രാഷ്ട്രമാണെന്നും മതനിരപേക്ഷ രാഷ്ട്രമാണെന്നും എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തമായ ഒരു ഐഡിയ ഓഫ് ഇന്ത്യ ആ കോടതി വ്യക്തമായി പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അത് ആ പെറ്റീഷണർക്ക് യഥാർത്ഥത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. കാര്യം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന രാമനും അക്ബറിനെയും ഈ പറയുന്ന പോളറൈസ് ചെയ്തിരിക്കുന്ന ഒരു രാഷ്ട്രീയം കൊണ്ടുവരാൻ കോടതിയെ ഒരു ഫ്ലോറായി ഉപയോഗിക്കാൻ ശ്രമിച്ചതെങ്കിൽ അവിടെ കോടതിയുടെ മറുപടി ഇതിനകത്ത് രണ്ടും വേണ്ട എന്ന് പറയുക വഴി യഥാർത്ഥത്തിൽ ഒരു പരിധി വരെ ആ കൊണ്ടുവന്ന ആ രാഷ്ട്രീയ ആയുധത്തിന്റെ മൊനയൊടിക്കാൻ നിശ്ചയമായും കോടതിക്കും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് ആദ്യം തന്നെ രാമൻ എന്നുള്ള പേരും അല്ലെങ്കിൽ അക്ബർ എന്നുള്ള പേരും ഈ സീത എന്നുള്ള പേരും ഒന്നും നോക്കാതെ എടുത്തോണ്ട് പോകൂ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് കൂടെ അടിച്ചാൽ കൊടുത്താൽ മതിയായിരുന്നു എന്റെ വ്യക്തിപരമായ. ഓക്കെ, ഞാൻ തിരികെ എത്താം. ശ്രീ